എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. നിയമങ്ങളും നിയന്ത്രണങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ എന്താണ് ശരിയായ നിയന്ത്രണം? അത് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണം? അതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ എൽസി ഉമ്മൻ റിലാക്സ് പ്ലേസിലൂടെ നമുക്കൊപ്പം ചേരുന്നത്. ഓവർ ടു ഡോക്ടർ എൽസി ഉമ്മൻ. പാവക്കൂത്ത്. പാവകളുടെ നിയന്ത്രണം പാവക്കൂത്ത് കലാകാരൻ്റെ കൈകളിലായിരിക്കും. നാമും ഇപ്രകാരം വിവിധ നിയന്ത്രണങ്ങളാൽ കെട്ടപ്പെട്ട് കിടക്കുകയാണോ എന്ന് ചിന്തിക്കാം ഇന്നത്തെ റിലാക്സ് പ്ലേസിൽ. നിയന്ത്രണങ്ങൾ അനിവാര്യം. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെയായാൽ നമ്മുടെ സാമൂഹ്യ ജീവിതം താറുമാറാകും എന്നതിൽ സംശയമില്ല. ജോലികൾ കൃത്യമായി ചെയ്യുന്നതിനും സംഘർഷം കൂടാതെ ജീവിക്കുന്നതിനും ക്രമം തെറ്റി സഞ്ചരിക്കാതെ ഇരിക്കേണ്ടതിനും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിനും മൂല്യങ്ങളെ തിരിച്ചറിയേണ്ടതിനുമൊക്കെ നിയമങ്ങളും നിയന്ത്രണങ്ങളും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കുവാനും പരിരക്ഷിക്കുവാനും സാധിക്കാത്തിടത്ത് ഇത് വില്ലനായിത്തീരുന്നു. വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും ഇത് കനത്ത പ്രത്യാഘാതം ഉണ്ടാക്കുന്നു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടാൽ സംശയദൃക്കുകളാക്കി തീർക്കുന്നതിന് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. എന്താണ് ശരിയായ നിയന്ത്രണം? നിങ്ങളുടെ വ്യക്തി എന്ന അധികാരത്തിൻ്റെ മേൽ കടന്നു കയറാതെ നിങ്ങളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ക്ഷമയോടും ആർദ്രതയോടും കൂടി നിങ്ങളുടെ വീഴ്ചകളെ പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് നിയന്ത്രണങ്ങൾ ശരിയായ ദിശയിലുള്ളതും നമ്മെ പരിരക്ഷിക്കുന്നതുമായി തീരുന്നത്. അത് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും മുന്നറിയിപ്പായും നിങ്ങൾക്കുള്ളതുപോലെ അന്യർക്കുള്ള അവകാശങ്ങളിൽ സംരക്ഷകരായും വ്യക്തിബന്ധങ്ങളുടെ കെട്ടുറപ്പായും പരസ്പര വിശ്വാസമായും ഒക്കെയും തീരും. നിയന്ത്രണങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ മോശക്കാരനായി ചിത്രീകരിച്ചോ വളച്ചൊടിച്ചോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അപകടകരമായ നിയന്ത്രണത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാം. എന്താണ് പരിഹാരം? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അസേർട്ടീവായി പെരുമാറാൻ ശീലിക്കുക എന്നതാണ് കാര്യം. അതിനാദ്യമായി വേണ്ടത് ഇപ്രകാരം തോന്നലുണ്ടായാൽ വികാരപരമായി പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമുക്കുണ്ടാകേണ്ട സ്വയം തിരിച്ചറിവാണ്. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നാം സ്വയം ഏറ്റെടുക്കുക. കാര്യങ്ങളെ പക്ഷപാതരഹിതമായി വിലയിരുത്തി ഇങ്ങനെയൊരു പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതിനായി അടുത്ത സുഹൃത്തുക്കളുടെയോ വിദഗ്ധരുടെയോ സഹായം തേടാവുന്നതാണ്. നിങ്ങൾ നേരിടുന്നത് ശരിയായ അടിച്ചമർത്തലാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ട പ്രധാന വിഷയം ഈ ബന്ധം തുടരണോ എന്നാണ്. നിങ്ങളുടെ മേലധികാരിയാണെങ്കിൽ പുതിയ ഒരു ജോലി തേടാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുക. സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ആണെങ്കിൽ സാവധാനം ഈ ബന്ധത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഉചിതം. എന്നാൽ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കളോ ആണെങ്കിൽ ഈ പ്രതിവിധി അത്ര പ്രായോഗികമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പ്രശ്നക്കാരാണോ എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. സാമ്പത്തികമായോ ശാരീരികമായോ വൈകാരികമായോ കടുത്ത നിയന്ത്രണങ്ങളോ പീഡനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപകടകാരികളാണെന്ന് തിരിച്ചറിയാം. ഇത്തരം ഘട്ടത്തിൽ ജീവിത പങ്കാളിയാണെങ്കിൽ അവരുമായി ബന്ധം വേർപെടുത്താവുന്നതാണ്. അവരിൽ നിന്നും എന്തെങ്കിലും പേര് പറഞ്ഞ് അകന്നു കഴിയാവുന്നതാണ്. മക്കളാണെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ തേടി അവരിൽ നിന്ന് വിമുക്തി നേടാവുന്നതാണ്. ഇനി നിയന്ത്രിക്കുന്ന ആൾ അപകടകാരി അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നൊന്നായി അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കത് തന്മയത്വത്തോടെ വികാരങ്ങളെ നിയന്ത്രിച്ച് പഴിചാരാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ സഹായം തേടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ച് ഉത്കണ്ഠയില്ലാതെ സ്വസ്ഥമായ ജീവിതത്തിനായി പരിശ്രമിക്കാം. നന്ദി. ഡോക്ടർ എൽസി ഉമ്മൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എൽസി ഉമ്മൻ @gmail.com എന്ന ID മെയിൽ അയയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ എൽസി ഉമ്മൻ്റെ മറുപടി ഉണ്ടാകും. ക്ഷമിക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നിലവിലുള്ള ക്വാറികളുടെ ലൈസൻസ് പുതുക്കാനും NOC ലഭിക്കാനും കർശന വ്യവസ്ഥകളുമായി സർക്കാർ രംഗത്ത്. സീനിയോറിറ്റി, റോയൽറ്റി, നികുതി എന്നിവയുള്ള കുടിശ്ശിക തീർത്തവർക്ക് മാത്രം NOC നൽകിയാൽ മതിയെന്ന് സർക്കാർ തീരുമാനിച്ചു. നിലവിൽ ലൈസൻസ് ഉള്ളവർ വിവിധ വകുപ്പുകളുടെ ബാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കണം. മാത്രമല്ല ഖനനം പൂർത്തിയായ ക്വാറികൾ നിയമപ്രകാരം നികത്തണം. സംസ്ഥാനത്ത് ഖനനത്തിന് അനുയോജ്യമായ പുതിയ പ്രദേശങ്ങൾ കണ്ടെത്താൻ RDOമാർക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തു. സർക്കാർ ഭൂമിയിലെ പാറ ഖനനത്തിന് മത്സരാധിഷ്ഠിത ടെൻഡറിലൂടെ NOC നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള സമയക്രമം നിശ്ചയിച്ച് പുറത്തിറക്കിയ സർക്കുലറിലാണ് നിലവിൽ ക്വാറി നടത്തുന്നവർക്ക് NOC ലഭിക്കാൻ കർശനമായ വ്യവസ്ഥകൾ സർക്കാർ ഏർപ്പെടുത്തിയത്. സീനിയറേജ്, റോയൽറ്റി, നികുതി എന്നിവയിൽ സർക്കാരിന് ലഭിക്കാനുള്ള കുടിശ്ശിക കൃത്യമായി കണക്കാക്കുകയും പിരിച്ചെടുക്കുകയും വേണം.
നിലവിൽ ക്വാറി പാട്ടത്തിനെടുത്തിട്ടുള്ള വ്യക്തി റവന്യൂ, ജിയോളജി, തൊഴിൽ, തദ്ദേശഭരണം, GST വകുപ്പുകളിൽ നിന്ന് ബാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്നാൽ മാത്രമേ ക്വാറി നടത്തുന്നതിന് NOC നൽകുകയുള്ളൂ. ഖനനം പൂർത്തീകരിച്ച ക്വാറിയാണെങ്കിൽ പാട്ടത്തിനെടുത്തിയാൽ അത് നിയമപ്രകാരം നികത്തിയാൽ മാത്രമേ അടുത്ത ക്വാറിക്ക് NOC നൽകുകയുള്ളൂവെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നു. എല്ലാ നടപടികളും പൂർത്തീകരിച്ച പുതിയ ക്വാറികൾക്ക് 2021 ഡിസംബർ 15-നകം NOC നൽകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സമയപരിധിയിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് പാറ ഖനനത്തിന് അനുയോജ്യമായതും എന്നാൽ കൃഷിയോഗ്യമല്ലാത്തതുമായ സർക്കാർ ഭൂമി കണ്ടെത്താൻ RDOമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനായി RDOമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കാനും നിർദ്ദേശിച്ചു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ കൊട്ടേഷൻ സംഘത്തെ കസ്റ്റംസ് അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ള കൊടുവള്ളി ചെർപ്പളശ്ശേരി കൊട്ടേഷൻ സംഘത്തെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങുക. സ്വർണ്ണക്കടത്ത് കേസിലെ ഇവരുടെ പങ്കറിയുന്നതിന് വേണ്ടിയാണ് ഇത്. കരിപ്പൂർ സ്വർണ്ണ കവർച്ച ആസൂത്രണ കേസിലെ മുഖ്യ സൂത്രധാരനായ കൊടുവള്ളി സ്വദേശി സൂഫിയാനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ കസ്റ്റംസ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി തത്സമയം കൊച്ചിയിൽ നിന്ന് ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. സഹിൻ, ഗുഡ് മോർണിംഗ്. സഹിൻ, എന്തൊക്കെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ് എസ് കെ. അതായത് കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം ഇന്നലെ അർജുൻ ആയേഗിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളുകയുണ്ടായി. മാത്രമല്ല ഇതേ കോടതി തന്നെയാണ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷഫീഖിന് ജാമ്യവും അനുവദിച്ചത്. ഈ ഘട്ടത്തിലാണ് കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. കൊടുവള്ളി രാമനാട്ടുകരയുമായി ബന്ധപ്പെട്ട് രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സംഘത്തെയും മറ്റ് സംഘത്തെയുമാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. കൊടുവള്ളി സംഘത്തിലെ മുഖ്യനായിട്ടുള്ള സൂഫിയാനെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ഇവർക്ക് എന്താണ് ബന്ധമുള്ളത്, ഈ സ്വർണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കസ്റ്റംസിനുള്ളത്. അത് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള മുഹമ്മദ് ഷാഫിയെ ചോദ്യം ചെയ്യാൻ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ്. ഈ കേസിൽ ആരോപണ വിധേയനാണ് മുഹമ്മദ് ഷാഫിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷാഫിയെ ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ തന്നെ ഇവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും കസ്റ്റംസ് ശ്രമിക്കുക. കാരണം അർജുൻ ആയേഗിക്ക് വേണ്ടി 2 തവണ കസ്റ്റംസ് കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും ആ 2 തവണയും കസ്റ്റഡി അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റംസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയേഗിയുടെ പങ്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പങ്ക് വ്യക്തമാക്കണമെങ്കിൽ കൊടുവള്ളി സംഘത്തെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സൂഫിയാനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റംസ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ കസ്റ്റഡിയിലെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. എസ്. കൂടുതൽ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കൊപ്പം ഉണ്ടാകുക. ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകൾ പല സമയത്തിരുന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ തുടരുകയാണ്. പരിശോധനയുടെ പേരിൽ വേട്ടയാടൽ ഉണ്ടാകില്ലെന്ന് കിറ്റക്സ് ഗ്രൂപ്പിനോട് തെലങ്കാന വ്യവസായ മന്ത്രി പറയുന്നു. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ശല്യങ്ങളോ ഉപദ്രവങ്ങളോ ഒന്നും ഉണ്ടാകില്ലെന്നും മന്ത്രി KT രാമറാവു കിറ്റക്സുമായുള്ള ചർച്ചയിൽ തുറന്നു പറഞ്ഞു. സൗഹാർദ്ദപരമായ വ്യവസായ അന്തരീക്ഷമാണ് തെലങ്കാനയിലുള്ളതെന്നും മന്ത്രി പറയുന്നു. I promise you peace of mind. I promise you to be a partner. Whatever issue you might have, Piyush Goyal is one of my best friends in the government of India. We have worked with him for the last 7 years. I respect him, he respects me. So we have a great equation with the new textile minister also. Whatever you require. Mr. Ravi Kapoor again values the state quite highly, the Union Textile Secretary. So whatever you require in government of India, I promise you, irrespective of our political differences, I will get it done. And whatever you require in the state, you need to speak to only one person. And no nonsense such as cases, etc., that is not allowed in this state. We don't, we want employment creation. We want to support entrepreneurs. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം കിറ്റക്സ് സംഘം ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിൽ മടങ്ങിയെത്തും. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ടോം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ ആവേശത്തിലാണല്ലോ കിറ്റക്സ് സംഘം. പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി എല്ലാ ഉറപ്പുകളും നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകില്ല, അതേപോലെ അവിടെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല, വ്യവസായിക്ക് സ്വതന്ത്രമായി വ്യവസായം നടത്താം, നിയമങ്ങൾ അനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും വ്യവസായങ്ങൾ നടത്താം. അതേസമയം അവർക്ക് തീർച്ചയായിട്ടും പരമമായ സ്വാതന്ത്ര്യം അവിടെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് തെലങ്കാന പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്?
SKN സംസ്ഥാന സർക്കാരുമായിട്ടുള്ള 3500 കോടി രൂപയുടെ കരാറിൽ നിന്നും കിറ്റക്സ് പിന്മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ തുടർച്ചയായി 11 തവണ കിറ്റക്സിന്റെ കമ്പനിക്കുള്ളിൽ നടത്തിയ വിവിധ വകുപ്പുകൾ, സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയുടെ പേരിലായിരുന്നു അവർ ആ കരാറിൽ നിന്നും പിന്മാറിയത്. അതിനുശേഷം അവരെ മറ്റ് സംസ്ഥാനം, അതായത് തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ സമീപിച്ചിരുന്നു. പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് തന്നെയുള്ള തെലങ്കാനയാണ് ഇന്നലെ അവരുടെ സ്വകാര്യ ജെറ്റ് വിമാനം അയച്ചുകൊണ്ട് കിറ്റക്സ് ഗ്രൂപ്പിനെ തെലങ്കാനയിലേക്ക് ഈ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചത്. ആദ്യഘട്ട ചർച്ചയിൽ തന്നെ 1000 കോടി രൂപയുടെ കരാറിൽ ധാരണയായിട്ടുണ്ട്. അതായത് അപ്പാരൽ പാർക്കിന് വേണ്ടി 1000 കോടി രൂപ നിക്ഷേപിക്കാൻ കിറ്റക്സ് ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം തന്നെ ഔദ്യോഗികമായി കിറ്റക്സ് MD തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് ഈ KT രാമറാവു, തെലങ്കാന വ്യവസായ മന്ത്രി KT രാമറാവു അദ്ദേഹത്തിന്റെ ട്വിറ്റർ പോസ്റ്റിലൂടെയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ചർച്ചയ്ക്കിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത് കിറ്റക്സ് MD തന്നെ കേരളത്തിലെ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ, രാഷ്ട്രീയ വേട്ടയാടൽ, ഇക്കാര്യം തെലങ്കാന വ്യവസായ മന്ത്രിയുമായി പങ്കുവച്ചു. ആ ചർച്ചയ്ക്കിടെയാണ് തെലങ്കാന വ്യവസായ മന്ത്രി കിറ്റക്സിന് ഉറപ്പ് നൽകിയത്, പരിശോധനയുടെ പേരിൽ ഒരു തരത്തിലുള്ള വേട്ടയാടലും ഉണ്ടാകില്ല, ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒരു രീതിയിലും ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നു. തെലങ്കാന വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനം, അതായത് വ്യവസായങ്ങൾക്കും തൊഴിലവസരത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ വ്യവസായം നടത്താൻ വേണ്ടി തെലങ്കാന നൽകാമെന്ന വാഗ്ദാനം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതായത് ഈ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം നൽകുമ്പോൾ സ്വാഭാവികമായും വ്യവസായങ്ങൾ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് തെലങ്കാന വ്യവസായ മന്ത്രി KT രാമറാവു കിറ്റക്സ് ഗ്രൂപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 3ാം ഘട്ട ചർച്ചകൾ നടക്കും. അതായത് 1000 കോടി രൂപയുടെ പദ്ധതിയാണ്, 1000 കോടി രൂപയുടെ ധാരണയാണ് ആദ്യഘട്ടത്തിലെ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ ഈ വ്യവസായങ്ങൾ, അതായത് വ്യവസായത്തിന് കൂടുതൽ തുക ചെലവഴിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും ഇന്ന് ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. SKN. ഓക്കെ, താങ്ക് യു. ടോം കുര്യാക്കോസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. തെലങ്കാന സർക്കാരുമായിട്ടുള്ള കിറ്റക്സിൻ്റെ ചർച്ചകൾ വിജയമായിരിക്കും. ഇന്നുകൂടി സംഘം അവിടെ തുടരും. മാത്രമല്ല 1 ലക്ഷം കോടിയുടെ ബിസിനസ് അവിടെ ആരംഭിക്കാനാണ് കിറ്റക്സിൻ്റെ തീരുമാനം. എല്ലാവിധമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷവും അവിടെ ഉണ്ടാക്കും എന്നാണ് വ്യവസായ മന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. എല്ലാവിധമായ ഉറപ്പുകൾ ലഭിച്ചതിന് ശേഷമാണ് കിറ്റക്സ് സംഘം അവിടെ ആദ്യത്തെ 2 കൊല്ലം 1000 കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വ്യാവസായിക സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണിപ്പോൾ തെലങ്കാന. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ PV ശ്രീനിജൻ MLA രംഗത്ത്. പ്രതിപക്ഷ നേതാവ് ജയിച്ചത് ഏതെങ്കിലും സ്വതന്ത്രന്മാരുടെയും പ്രാദേശിക കക്ഷികളുടെയും പിന്തുണയോടെയാണോ എന്ന് ശ്രീനിജൻ തിരിച്ചു ചോദിച്ചു. തന്നെ ജയിപ്പിച്ചത് ഇടത് വോട്ടുകളും മതേതര വോട്ടുകളുമാണെന്ന് ശ്രീനിജൻ 24നോട് പറഞ്ഞു. ശ്രീനിജൻ 2020 പ്രോഡക്റ്റ് ആണെന്നായിരുന്നു VD സതീശൻ്റെ നേരത്തെയുള്ള പ്രതികരണം. കുന്നത്തനാട് MLA ശ്രീനിജൻ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെയൊരു രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായി VD സതീശൻ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങ് 2020യുടെ പ്രൊഡക്റ്റാണ്, പിന്നെ എന്തിനാണ് കിറ്റക്സിനെതിരെ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് അറിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ബഹുമാനമുള്ള പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് എനിക്കറിയില്ല സത്യത്തിൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന് മറുപടി കൊടുത്താണ് എൻ്റെ ഫേസ്ബുക്കിലൂടെ. അദ്ദേഹം മനസ്സിലാക്കാത്തൊരു കാര്യം, 2016 തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായ ഷിജി ശിവജിക്ക് വേണ്ടി പ്രചരണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം 2017 അനുഭാവി ഗ്രൂപ്പിൽ കയറുകയും CPMൻ്റെ 2018 മെമ്പർഷിപ്പിലേക്ക് വരികയും അതിനുശേഷം സജീവമായിട്ടുള്ള ഒരു CPM ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞാൻ. 2019 എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് എനിക്ക് അവസരം കിട്ടി. അതിനുശേഷമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് ഞാൻ മത്സരിച്ചത്. ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്ര ബാലിശ്യമായിട്ടുള്ള ഒരു ആരോപണം എനിക്കെതിരെ പറയില്ലായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 2020 വോട്ട് പിടിച്ചുകൊണ്ടാണ് അങ്ങ് ജയിച്ചതെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതായിരിക്കും ഒരു പക്ഷേ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിച്ചെടുത്ത് ഇതുപോലത്തെ പ്രാദേശിക പാർട്ടികളോ സ്വതന്ത്രന്മാരൊക്കെ മത്സരിച്ചു അവർ കാരണമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ജയിച്ചതെന്ന് എനിക്കും വേണമെങ്കിൽ ആരോപണം പറയാമല്ലോ. അങ്ങനെ പല ആളുകളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ജനാധിപത്യ പ്രക്രിയയിൽ ആർക്കും മത്സരിക്കാനുള്ള അവകാശങ്ങളുണ്ട്.
എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് 2020 മത്സരിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു മറുപടി ഞാൻ പറയും. അവർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരം നടന്ന ഒരു മണ്ഡലത്തിലാണ് ഞാൻ ജയിച്ചു കയറിയത്. എനിക്ക് കിട്ടിയ വോട്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. അല്ലാതെ ഒരു പ്രാദേശിക പാർട്ടിയും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ മത്സരിച്ചിട്ടില്ല. അത്തരം ആരോപണങ്ങൾ, വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം അദ്ദേഹം താഴേക്ക് കൊണ്ടുവരരുത്. അവസാനമായി, അങ്ങ് പറയില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനമായി ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സാബു ജേക്കബ് ഇവിടുന്ന് മടങ്ങുകയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അട്ടിപ്പായിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വിഷമം തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ വിശദീകരണം നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെന്റിന്റെ നയം വളരെ വ്യക്തമാണ്. ഈ കേരളത്തിലെ വ്യവസായം നടത്തുന്ന ആർക്കും കേരളത്തിലെ വ്യവസായം നടത്താനുള്ള ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം തന്നെയാണ് കേരളം. തീർച്ചയായിട്ടും. തീർച്ചയായും മറ്റു മറുപടികൾക്കില്ല എന്നാണ് പറയുന്നത്. കിറ്റക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾക്കും ഇനി പ്രതികരിക്കാനില്ല. പ്രതിപക്ഷ നേതാവിന് വ്യക്തമായ മറുപടി ശ്രീനിജൻ MLA നൽകിയിരിക്കുന്നു. കുന്നത്തുനാട് MLA 2020 പ്രോഡക്റ്റാണ് എന്ന PD സതീശൻ MLA പ്രതികരണത്തിനാണ് ശ്രീനിജൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. അഷറഫ് വെട്ടിക്കാട്ട് പറയുന്നു, നിങ്ങളുടെയും 24ൻ്റെയും വാർത്തകളുടെ ലോകം ഞങ്ങൾ പ്രവാസികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. മലേഷ്യയിൽ നിന്നാണ് അദ്ദേഹം ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അഷറഫ് വെട്ടിക്കാട്ട്, താങ്ക് യു. നമ്മുടെ മലേഷ്യയിലെ മലയാളി സുഹൃത്തുക്കളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹായ് മലേഷ്യ. ഓക്കെ, അവരെല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയുക. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നു. യുദ്ധക്കപ്പലുകളുടെ 3D മിനിയേച്ചർ സ്കെയിൽ മോഡലുകൾ ഉണ്ടാക്കി നാവികസേനയുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു 10ാം ക്ലാസ്സുകാരനുണ്ട് തിരുവനന്തപുരത്ത്. വിഴിഞ്ഞം കോട്ടപ്പുറത്തെ ആരോമലാണ് കഥാപാത്രം. ലോക്ക്ഡൗൺ കാലത്ത് പാഴ്വസ്തുക്കളിലും കാർഡ്ബോർഡിലും യുദ്ധക്കപ്പലുകളുടെ മാതൃകകളാണ് ഇവൻ തീർത്തത്. രാജ്യത്തിൻ്റെ അഭിമാനമായ യുദ്ധക്കപ്പലുകളെക്കുറിച്ച് ആധികാരികമായ അറിവുണ്ട് നമ്മുടെ കൊച്ചുമിടുക്കൻ ആരോമലിന്. ലോക്ക്ഡൌൺ കാലത്തെ ആരോമലിന്റെ ഹോബിയാണിത്. INS വിക്രാന്ത്, കൊൽക്കത്ത, ശിവാനി, വിശാഖപട്ടണം, ജലാശ്വ, വിക്രമാദിത്യ, ശക്തി തുടങ്ങി ഇന്ത്യയുടെ 18ഓളം യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനവാഹിനികൾ, കൂടാതെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, ഒപ്പം ഇറ്റാലിയൻ പടക്കപ്പലുകളുടെ പണിപ്പുരയിലുമാണ് ആരോമൽ. ഡിഫൻസ് ഫോഴ്സസ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നേവിയുടെ ഷിപ്പുകൾ, വാർ മെഷീൻസ് വളരെ വലുതായതുകൊണ്ടും അതിൻ്റെ മിനിയേച്ചർ മോഡലുകൾ ഉണ്ടാക്കുമ്പോൾ സ്കെയിലിൽ വലിയ വ്യത്യാസം വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഷിപ്പുകൾ ഉണ്ടാക്കിയത്. വമ്പൻ യുദ്ധക്കപ്പലുകളുടെ 5 മുതൽ 10 സെന്റിമീറ്റർ വരെ നീളമുള്ള ആരോമൽ മാതൃകകൾ നാവികസേനയുടെ ശ്രദ്ധയിലുമെത്തി. സദേൺ നേവൽ കമാൻഡന്റ് വൈസ് അഡ്മിറൽ AK ചൗളയുടെ കയ്യിൽ നിന്ന് സമ്മാനവും പ്രശംസയും ലഭിച്ചതിന്റെ ത്രില്ലിലാണ് ആരോമൽ. നേവിയുടെ പ്രശംസ വളരെ സന്തോഷപൂർവ്വം കാണുകയാണ്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ നേവിയുടെ പങ്ക്. അപ്പോൾ നേവി ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചപ്പോൾ, അതിൽ ഓരോരുത്തരും അഭിനന്ദിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇന്ത്യയുടെ പടക്കപ്പലുകളെക്കുറിച്ച് ഏവരെയും അതിശയിപ്പിക്കുന്ന അറിവാണ് ആറാലുംമൂട് വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ ഈ 10ാം ക്ലാസ്സുകാരന്. INS വിക്രാന്ത് ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായിരുന്നു. ഈ കപ്പൽ ഇന്ത്യ വാങ്ങുമ്പോൾ ഇതൊരു കാറ്റോബാർ എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്നെങ്കിലും 1992ലും 94ലും നടന്ന മോഡിഫിക്കേഷനിലൂടെ ഇതിനെ ഒരു VSTOL എയർക്രാഫ്റ്റ് കാരിയറാക്കി മാറ്റി. സെക്കൻഡ് എയർക്രാഫ്റ്റ് കാരിയർ INS വിരാട്ടിൻ്റെ മാതൃക ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്താവണമെന്ന് ചോദിച്ചാൽ ആരോമൽ പറയും, എനിക്ക് ഭാവിയിൽ നേവൽ ഷിപ്പുകൾ, വാർഷിപ്പുകൾ മോഡൽ ചെയ്യുന്ന നേവൽ ആർക്കിടെക്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. സൈനിക പശ്ചാത്തലമുള്ള ആരും ആരോമലിന്റെ കുടുംബത്തിലില്ല. റെസ്റ്റോറന്റ് ജീവനക്കാരനായ ബാബുവിന്റെയും ശാലിനിയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തിൽ പ്രശസ്തി നേടിയ പല ആളുകളും പ്രതിഭയുടെ ഉച്ചവയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പെയ്തൊഴിഞ്ഞ് പോകാറുണ്ട്. ഈ പ്രതിഭയുടെ നട്ടുച്ച നിൽക്കുന്ന സമയത്ത് വാടിക്കരിഞ്ഞ ഒരു പ്രതിഭയാണ് ബാലഭാസ്കർ. ബാലു എന്ന് നമ്മളൊക്കെ വാത്സല്യത്തോടെ വിളിക്കുന്ന ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റ്. ഇന്ന് ബാലുവിൻ്റെ ജന്മദിനമാണ്. ബാലുവിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു നൊമ്പരമുള്ള ദിവസം കൂടിയായി ഇന്ന് ഈ ജന്മദിനം കടന്നു പോകുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ വളരെ കുട്ടിക്കാലത്ത്, വളരെ കൊച്ചു പയ്യൻസായിരിക്കുമ്പോഴേ ബാലുവിനെ എനിക്കറിയാമായിരുന്നു. ബാലുവിൻ്റെ അമ്മയുടെ സഹോദരൻ B ശശികുമാർ, അദ്ദേഹം അറിയപ്പെടുന്ന
വയലിനിസ്റ്റാണ്. അദ്ദേഹം ആകാശവാണിയിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തൂങ്ങി വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ബാലു ആകാശവാണി ഇടനാഴികളിൽ നടക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മകളിൽ ഇപ്പോൾ തെളിയുന്നു. ബാലുവിനെ ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നു ഈ ജന്മദിനത്തിൽ. ഈ ഒരു ജന്മദിനം ഒരുപക്ഷെ കൂട്ടുകാർക്കൊപ്പം ഒരുപാട് ആഘോഷിക്കേണ്ട ഈ ജന്മദിനം അവർക്കൊക്കെ ഒരു വേദന സമ്മാനിക്കുന്നതായി മാറുന്നു എന്നറിയുമ്പോൾ നമുക്കും വിഷമം, നൊമ്പരം. പക്ഷേ ബാലുവിൻ്റെ ഒരുപാട് പ്രകടനങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അതിലൂടെ ബാലു ജീവിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഈ വരുന്നത്. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഉടൻ ഉണ്ടാകും എന്ന് സൂചന. 6 ആഴ്ചകൾക്കുള്ളിൽ അംഗീകാരം ലഭിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന ചീഫ് സയൻറ്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ അറിയിച്ചു. 3ാം ഘട്ട പരീക്ഷണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായിട്ടാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. നിതിൻ, വിവരങ്ങൾ. SKN ഏറെ പ്രതീക്ഷ നൽകുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം കോവാക്സിന് വൈകാതെ തന്നെ ലഭിക്കും. ഒക്ടോബർ അവസാനമോ അല്ല സെപ്റ്റംബർ ആദ്യവാരമോ ഇത്തരത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കുമെന്നാണ് WHO ചീഫ് സയൻറ്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ വ്യക്തമാക്കിയത്. 3ാം ഘട്ട പരീക്ഷണത്തിന്റെ ഡാറ്റ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും കൂടിയാണെന്ന് ഇപ്പോൾ WHO സയൻറ്റിസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജൂൺ 23 കഴിഞ്ഞ മാസം 23 ഒരു പ്രീ സബ്മിഷൻ യോഗം ചേർന്നിരുന്നു. ഇതിന്റെ സുരക്ഷ, ഗുണനിലവാരം, അതോടൊപ്പം തന്നെ ഉൽപ്പാദന രീതി ഇതൊക്കെ തന്നെ അവലോകനം ചെയ്തു. ഇതിനുശേഷമാണ് ലോകാരോഗ്യ സംഘടന 3ാം ഘട്ട പരീക്ഷണത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്നു എന്ന് അറിയിച്ചത്. അതോടൊപ്പം തന്നെ കോവിഡ് വൈറസിന്റെ എല്ലാ വകഭേദങ്ങളിലും ഇത് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ വേരിയന്റിന് ഫലപ്രാപ്തി താരതമ്യേന കുറവാണെങ്കിൽ പോലും മൊത്തത്തിലുള്ള വാക്സിന്റെ പ്രകടനം ഏറെ മികച്ചതാണെന്നാണ് WHO ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിൻ അംഗീകാരം വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും ഏറെ അഭിമാനമായ നിമിഷമാണ്. കാരണം പ്രവാസികൾക്ക് തന്നെ നിലവിൽ ഇപ്പോൾ കോവാക്സിൻ അംഗീകാരം ലഭിക്കാത്തത് ഏറെ തിരിച്ചടിയായിട്ടുണ്ട്. അത് ഇതോടുകൂടി പരിഹാരമാകും. അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാകും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തദ്ദേശീയമായ വാക്സിൻ പല രാജ്യങ്ങളിലേക്കും പിന്നീട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും 6 ആഴ്ചക്കുള്ളിൽ തന്നെ WHO അംഗീകാരം ലഭിക്കുമെന്നാണ് സൗമ്യ സ്വാമിനാഥൻ വ്യക്തമാക്കിയത്. SKN. താങ്ക് യു നിതിൻ അംബുജൻ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഒരു സ്റ്റോറിയാണിത്. ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, പുതുവൈപ്പ് തുടങ്ങി സായാഹ്ന സവാരിക്കാരുടെ ഇഷ്ടതാവളങ്ങൾ ഒരുപാടുണ്ട് കൊച്ചിയിൽ. എന്നാൽ നഗരത്തിൽ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് അവധി ദിനം ചെലവഴിക്കണമെങ്കിൽ പോകാനൊരു സ്ഥലമുണ്ട്, കടമക്കുടി. അതേസമയം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രാമത്തിലെ ടൂറിസം വികസനത്തിന് സർക്കാരും ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. മോസസ് ജോയി ചോദിക്കുന്നു, നാളെ രാവിലെ 5:30 മണിക്ക് അർജന്റീനയും ബ്രസീലും ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. അതൊന്ന് തത്സമയം കാണിക്കാൻ പറ്റുമോ? നടക്കാത്ത കാര്യമൊന്നും പറയല്ലേ. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര കായിക മാമാങ്കത്തിൻ്റെയൊക്കെ തത്സമയ സംപ്രേഷണം, അതിൻ്റെ അവകാശങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നത് ശതകോടികൾ കൊടുത്താണ്.
ഒരുപക്ഷെ ആയിരക്കണക്കിന് കോടികൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തി. അപ്പോൾ അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമോ? നമ്മൾ മറിഞ്ഞു വീണില്ലേ? എൻ്റെ തുക കേട്ടാൽ തന്നെ മിക്കവാറും തെക്ക് വടക്ക് വീഴുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് നടക്കില്ല. നിങ്ങളിപ്പോൾ ഏത് ചാനലിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ തന്നെ കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ. എന്ന് ചില സൂത്രപ്പണിയിലൂടെ ആരാണ് മുന്നിൽ എന്നൊക്കെ പിന്നിൽ എന്നൊക്കെ പറയുന്ന ചില പരിപാടികളൊക്കെ 24-ലും മറ്റുള്ള പ്രാദേശിക ചാനലുകൾ പോലെ ഉണ്ടാകും. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജയിൽ DGPയുടെ വിശദീകരണം തേടിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരിത്തിൻ്റെ അമ്മയുടെ പരാതിയിലാണ് ഈ വിശദീകരണം ആരാഞ്ഞിരിക്കുന്നത്. ജയിലിൽ ചെന്നപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടെന്നാണ് അമ്മയുടെ പരാതി. മകനെ ജയിൽ അപായപ്പെടുത്തുമെന്നും ജയിൽ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സരിത്തിൻ്റെ അമ്മ കസ്റ്റംസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. വീണ്ടും സഹിൻ, ഏത് സാഹചര്യത്തിലാണ് സരിത്തിൻ്റെ അമ്മ ഇങ്ങനെയൊരു പരാതി കൊടുത്തിരിക്കുന്നത്? SKN കസ്റ്റംസ് കമ്മീഷണർക്കും ഒപ്പം തന്നെ പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലുമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ എക്കണോമിക് ഒഫൻസ് കോടതി തിങ്കളാഴ്ച ജയിൽ DGPയുടെ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായെന്നും തൻ്റെ മകൻ്റെ ജീവന് ആപത്തുണ്ടാകുമെന്നുമാണ് ഇവർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കസ്റ്റംസ് കമ്മീഷണർക്കും ഇത്തരത്തിലുള്ള ഒരു പരാതി തന്നെയാണ് സരിത്തിൻ്റെ അമ്മ നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് മകൻ്റെ ജീവൻ അപായപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് നിന്നും ജയിൽ മാറ്റണം, മറ്റൊരു സംസ്ഥാനത്തേക്ക് ജയിൽ മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കൊഫെ പോസ്റ്റെ കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുക്കണം. സംസ്ഥാനത്ത് നിന്ന് ജയിൽ മാറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും തൻ്റെ മകന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അവർ കസ്റ്റംസ് കമ്മീഷണറെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നേതാക്കളുടെ പേര് പറയാൻ സമ്മർദ്ദം ചെലുത്തുന്നതായി കഴിഞ്ഞ ദിവസം തന്നെ NIA കോടതിയെ സരിത്തും അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സരിത്തിനെ ഇന്ന് കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് എറണാകുളത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനായി ജയിൽ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഹമീദ് എഴുതിയിരിക്കുന്നു, താങ്കൾ മലേഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക്, ഒരു കിഴക്കൻ ആഫ്രിക്കയിലും ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എൻ്റെ തന്നെ ബന്ധുക്കൾ ഒരുപാട് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള മലയാളി സുഹൃത്തുക്കളൊക്കെ തന്നെ 24 പ്രേക്ഷകരാണ് എന്ന് ഹമീദ് പറയുന്നു. ഹായ് ആഫ്രിക്ക, അവിടെയുള്ള പ്രേക്ഷകരെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും 24-ന് ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് എനിക്കറിയാം. അവരോടൊക്കെയുള്ള സന്തോഷവും നന്ദിയും നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. കരനെല്ല് കൃഷിയിൽ വിജയം കൊയ്ത ഒരു ദമ്പതികളെ പരിചയപ്പെടാം. തൊടുപുഴ ഇടവെട്ടി സ്വദേശികളായ തങ്കപ്പനും ഭാര്യ രാധയുമാണ് പാറക്കെട്ടുകൾക്കിടയിൽ കരനെല്ല് കൃഷി ചെയ്ത് പുതിയൊരു ചരിത്രം എഴുതിയത്. പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ എങ്ങനെ കൃഷി ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ. വിത്തിറക്കാൻ പാടങ്ങൾ ലഭിക്കാതെ വന്നപ്പോഴാണ് പാറക്കെട്ട് തന്നെ കൃഷിഭൂമിയാക്കി മാറ്റിയത്. കരനെല്ല് കൃഷിയായതിനാൽ വെള്ളത്തിന്റെ പ്രതിസന്ധി ഒരു പരിധിവരെ മറികടന്നു. ആദ്യമായിട്ട് ഇത് കിളച്ച് ലെവൽ ചെയ്യും, വരണ്ടി ഇത് കിളച്ച് ലെവൽ ചെയ്ത് നല്ല തട്ടി നിരത്തിയിട്ടിട്ട് കുമ്മായപ്പൊടി തൂളും. കുമ്മായപ്പൊടി തൂളി 15 ദിവസം കഴിയുമ്പോൾ വിത്ത് വിതയ്ക്കും. വിത്ത് ചാണകപ്പൊടി ഇതിൽ വിരകിയ വിത്താണ് വിതയ്ക്കുന്നത്. വിതച്ച് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്കും മുളയാവും. പിന്നെ കള പറിക്കുന്നു, കോഴിവളം തൂളും, ചാണകപ്പൊടി തൂളും. നല്ല വേറെ നമ്മൾ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. അനുയോജ്യമായ സൗകര്യങ്ങളുണ്ടായിട്ടും പലരും കൃഷി അവസാനിപ്പിക്കുന്ന ഇക്കാലഘട്ടത്തിൽ മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. നമ്മൾ ഈ നെല്ലിൻ്റെ രുചി വേറെ ഒന്നാണല്ലോ, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ശീലിച്ച് പോകുന്ന ഒരു പണിയായതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാറ പോലെ ഉറച്ച മണ്ണിനോട് പടവെട്ടി പൊന്നു വിളയിക്കുന്ന തങ്കപ്പനെ പോലുള്ള കർഷകരോടുള്ള സർക്കാർ സമീപനം പക്ഷേ നിരാശാജനകമാണ്. നമ്മുടെ നാട്ടിൽ വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള ആളുകൾക്കൊക്കെ സബ്സിഡിയൊക്കെ കിട്ടുമ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള സബ്സിഡികളൊന്നും കിട്ടുന്നില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള കർഷകരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. രാവിലെ 6 മണിക്ക് ഭാര്യ രാധയ്ക്കൊപ്പം കൃഷിയിടത്തിലെ ജോലികൾ ആരംഭിക്കും. പണി അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ സൂര്യൻ മാഞ്ഞിട്ടുണ്ടാകും. ഈ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പാറക്കെട്ടുകൾക്കിടയിലെ കാർഷിക വിപ്ലവം. പ്രതിസന്ധികൾക്കൊടുവിൽ കൃഷി അവസാനിപ്പിക്കുന്നവർക്ക് തങ്കപ്പനെ പോലുള്ള കർഷകർ പ്രചോദനമാകട്ടെ. 24 ഇടുക്കി.
ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുതിയ ചരിത്രമാണ്. കരനെല്ല് വിളയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും ഇങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങൾ ഈ കോവിഡ് കാലത്ത് നടക്കുന്നു അറിയുമ്പം സന്തോഷം. ഉഷാ ബാബുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വൈകുന്നേരമായാൽ ഈ സഗിൻ ആൻ്റണിക്ക് ഭയങ്കര ജോഷാണ്. അദ്ദേഹം സഗിൻ ആൻ്റണി 24 എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ആരെങ്കിലും ഓടിച്ചിട്ട് അടിക്കാൻ വരികയാണെന്ന്. എന്തായാലും സഗിൻ ആൻ്റണി ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. അതായത് ഓടിച്ചിട്ട് ആരെങ്കിലും അടിക്കാൻ വരുന്നു എന്ന് അറിയാൻ വേണ്ടി. ജോമി ജോസഫ് പറഞ്ഞു വി ആർ ഫ്രം ഖത്തർ. ഖത്തർ എല്ലാവരും ഗൾഫ് നാടുകളിലൊക്കെ ഇരുന്ന് ഒരുപാട് പേർ 24 കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരാൾ പറയുന്നു സഗിൻ ആൻ്റണി ഞാൻ 24ൻ്റെ അംബാസിഡർ, എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് സഗിൻ ആൻ്റണി. സഗിൻ ആൻ്റണിയെ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ വകുപ്പ് രൂപീകരണം സംബന്ധിച്ച നിലപാടെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർക്കരുതെന്ന് ദേശീയ നേതൃത്വത്തോട് ഒരു വിഭാഗം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വകുപ്പ് രൂപീകരിക്കപ്പെടുന്നതോടെ BJPക്ക് സഹകരണ മേഖലയിൽ ഇടപെടാൻ അവസരം ലഭിക്കും എന്ന വാദം തെറ്റെന്ന് ശൂരനാട് രാജശേഖരൻ പറഞ്ഞു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. രാധാകൃഷ്ണൻ, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ കിട്ടുന്നത്? ദേശീയ നേതൃത്വത്തെ അവർ ഇക്കാര്യം അറിയിക്കാനുള്ള സാഹചര്യം എന്താണ്? SKN ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ സഹകരണ വകുപ്പ് രൂപീകരിക്കാനായിട്ടുള്ള വിഷയം മാറിക്കഴിഞ്ഞു. കേരളം കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ചകൾ ഏറ്റവും പ്രധാനമായും ഉണ്ടായത്. കോൺഗ്രസും ഒപ്പം CPM-ഉം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ സഹകരണ വകുപ്പ് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം സഹകരണ മേഖലയിലേക്ക് BJPക്ക് കൈകടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും ആവശ്യവുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിലടക്കം ഇതുയർത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ സഹകാരികൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗം, അവരിപ്പോൾ ഈ നിലപാടിനെ എതിർക്കുകയാണ്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കരുത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്നാണ് പറയുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് BJPയുടെ തീരുമാനമല്ല. 2004 മൻമോഹൻ സിംഗ് വൈദ്യനാഥൻ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്ത വകുപ്പാണ് ഈ സഹകരണ വകുപ്പ്. അന്ന് തത്വത്തിൽ കോൺഗ്രസ് ഈ വകുപ്പ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കാര്യം പരിഗണിക്കാതെ ഇങ്ങനെ പ്രസ്താവിക്കുന്നത് അത് ഉചിതമല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുകൊണ്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക വലുതാണ് എന്നവർ പറയുന്നു. CPM-നെ പോലെയുള്ള പാർട്ടികൾ വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് അടക്കം തടയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേന്ദ്ര നിയന്ത്രണത്തിൽ ഒരു വകുപ്പ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഇത് BJPക്ക് ഏതെങ്കിലും വിധത്തിൽ വളർച്ച ഉണ്ടാക്കും എന്ന് പറയുന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇക്കാര്യം വളരെ പരസ്യമായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ ശൂരനാട് രാജശേഖരനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. അവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും അവരുടെ അഭിപ്രായം ഇതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു സ്പ്ലിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് സംസ്ഥാന കോൺഗ്രസിൽ. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ശ്യാം കുറുപ്പ് ഒരു കാര്യം ചോദിച്ചു, കിറ്റക്സിൻ്റെ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. ഞാനത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതൊന്നും ഇനി ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യാവസായിക സ്ഥാപനവും കേരളം വിട്ടു പോകരുത്. കേരളത്തിൽ 65 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല എന്ന് ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഉള്ള വ്യവസായങ്ങളെ ഇവിടെ നിലനിർത്തണം, കുറച്ച് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണം. അതിനു മുമ്പിലാണ് ഡെമോക്രസിൻ്റെ വാള് പോലെ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഐഡിയ മനസ്സിലായി കാണുമല്ലോ. ഈ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അന്താരാഷ്ട്ര വാർത്തകളുമായി ഞങ്ങളുടെ വിദേശകാര്യ വിദഗ്ധൻ PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്കിന്ന് മലയാള മനോരമ ദിനപത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത അതിൽ വായിക്കാനിടയായി. ഒരുപക്ഷെ വായിച്ചാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമാണ്. സംഭവം ഇതാണ്, കണ്ണൂരിൽ നിന്നുള്ള ഒരു കുടുംബം പഴനി സന്ദർശിക്കാൻ പോയി. ഈ ഡൽഹി പെൺകുട്ടിയുടെ ഒരുപക്ഷെ നിർഭയ മോഡൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ ഒരു പീഡനം അവിടെ അരങ്ങേറി. ഒരു ഭക്തിയായി അവിടെ ചെന്ന മലയാളിയെ തട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ലോഡ്ജ് മുറിയിൽ ഒരു രാത്രി മുഴുവൻ അവരെ പീഡിപ്പിക്കുന്നു. പോലീസിനോട് അവർ പരാതി പറയുന്നു. പോലീസ് കേസെടുക്കുന്നില്ല. അവർ കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ അവർ ഇതാരോടും പറയാതെ ഭയപ്പാടോടെ കഴിയുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അസുഖം കരച്ചിലാകുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പഴനിയിൽ കേരളത്തിൽ നിന്ന് എത്താറുള്ളത്. അവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയാത്ത സാഹചര്യം പഴനിയിലുണ്ടോ? ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ഡൽഹി നിർഭയ മോഡൽ ഇപ്പോഴും
ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി നമ്മൾ രാജ്യാന്തര വിശേഷങ്ങളിലേക്ക് കടക്കുന്നു. നമുക്കൊപ്പം PP ജെയിംസ് ചേരുകയാണ്. ഈ സമയത്ത് പെട്രോളിയം ഉൽപ്പാദനത്തെ ചൊല്ലി സൗദി അറേബ്യ UAE ബന്ധം വഷളായതായി വാർത്തകൾ വരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ PP ജെയിംസ് നൽകും. ഗുഡ് മോർണിംഗ് PP. സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന രീതിയിൽ പെട്രോളിയം ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള പേരിലാണ് എന്നെങ്കിൽ പോലും ആ ബന്ധം വഷളാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഗൾഫ് നാടുകൾ കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് സൗദി അറേബ്യയും UAEയും. അറിയാലോ, സ്വാഭാവികമായിട്ട് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ബന്ധം വഷളാവെന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളവും അത് ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് അവസാനത്തെ ഉദാഹരണമാണ്. പെട്രോളിയം ഉൽപ്പാദനത്തെ ചൊല്ലിയുള്ള പ്രശ്നം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബന്ധം അല്പം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. 50 വർഷത്തെ വലിയ ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾ UAEയും സൗദി അറേബ്യയും തമ്മിലുള്ളത്. ഒരുപക്ഷെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വലിയ സ്വീകരണം നൽകിയ നാട് കൂടിയാണ്. അവിടെ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പാദനം കൂട്ടാനായി UAE തീരുമാനിക്കുകയും സൗദിക്കാണ് എപ്പോഴും കൺട്രോള്, സൗദി അതിനെ തടയുകയും ചെയ്താണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവവികാസം. ഒരുപക്ഷെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ കാരണമായത് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഈ വഴക്കാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. റഷ്യയും കൂട്ടിനുണ്ട്. റഷ്യ സൗദി അറേബ്യയുടെ കൂടെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ UAE സ്വന്തമായ നിലപാടെടുക്കുന്നു. ഒരുപക്ഷെ നമ്മളെപ്പോഴും കാണുന്നത് UAE ദുബായ് മോഡൽ എന്ന് പറയുന്നത് ടൂറിസവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയൊക്കെ സ്വീകരിക്കുന്ന തരത്തിലും മറ്റത് എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിറ്റുമാണ്. 2 തരത്തിലാണ് അവർ പോയിരുന്നത്. പക്ഷേ സൗദി അറേബ്യ പുതിയ കീടാവകാശി വന്നതോടെ ടൂറിസത്തിലേക്കും വലിയ രീതിയിലുള്ള ദുബായ് മോഡൽ ഉള്ള വലിയ ബിസിനസ്സിലേക്ക് മാറിയിരിക്കുന്നു. ഇത് തമ്മിലാണ് മത്സരമുണ്ടായത്. അവിടുന്ന് തുടങ്ങി യമനിലെ ഹൂതികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ സൗദി അറേബ്യയും UAE ഒരുമിച്ചായിരുന്നു. UAE അവിടുത്തെ സേനയെ പിൻവലിച്ചു. അതിൽ അതിർത്തി സൗദി അറേബ്യ അറിയിച്ചിരുന്നു. എന്ന് മാത്രമല്ല ഇസ്രായേലുമായി UAE ബന്ധം സ്ഥാപിച്ചു. സൗദി അറേബ്യ പാലസ്തീൻ പ്രശ്നം കഴിഞ്ഞിട്ട് മതി എന്നുള്ളതിൽ മാറി നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിലും ഇവർ തമ്മിലുള്ള ഭിന്നതയുണ്ടായി. ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് പുറത്തേക്ക് അറിയുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാന കാരണം. 2 കിരീടാവകാശികളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ ബന്ധം വഷളായിരിക്കുന്നു. എന്ന് മാത്രമല്ല വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. കൊറോണയുടെ പേരാണ് പറയുന്നത്. പക്ഷേ സൗദിയും UAEയും തമ്മിലുള്ള ബന്ധം വഷളായതാണ് അതിനൊരു കാരണം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ചെറിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ കഷ്ടമായിട്ട് തുടരുകയാണ്. അതുപോലെ ജെയിംസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സുഖകരമല്ലാത്ത വാർത്തകൾ വരുന്നു. ഈ ഇറാൻ അതിർത്തി താലിബാൻ പിടിച്ചു എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ചുവെന്ന് അഫ്ഗാൻ സേന അവകാശപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അഫ്ഗാനിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ? വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ വളരെ ഉറപ്പാണ്. താലിബാൻ സേന കാബൂളിലൊഴികെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുന്നേറ്റം തുടരുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ വളരെ സ്ട്രാറ്റജിക്കലി തന്ത്രപ്രധാനമാണ് ഈ ബോർഡേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാന് 7 രാജ്യങ്ങളുമായിട്ട് ബോർഡറുണ്ട്. ചൈനയും ഇറാനും പാകിസ്ഥാനും താജിക്കിസ്ഥാനൊക്കെ അടക്കമുള്ള 7 രാജ്യങ്ങളുമായിട്ടുള്ള ബോർഡറുണ്ട്. അതിലെ 3 ബോർഡർ അതിർത്തികൾ അവർ പിടിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ, താജിക്കിസ്ഥാൻ്റെ, ചൈനയ്ക്കടുത്തുള്ള ബോർഡർ ഇതൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് മാത്രം അഫ്ഗാനിസ്ഥാന് 150 കോടിയിലേറെ വരുമാനം ഓരോ മാസമുണ്ട് ആ ഇതിൽ തന്നെ. പിന്നീടുള്ള ഈ കള്ളക്കടത്ത് എന്നൊക്കെ പറയുന്നത് വലിയ ഇതിലാണ്. താലിബാനെ കുറിച്ചുള്ള വലിയൊരു ആരോപണം അതാണ്. പല രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തിയാണ് അവർ ഇത്രകാലം 20 കൊല്ലം അമേരിക്കയോട് ഫൈറ്റ് ചെയ്ത് നിന്നതെന്നുള്ള വാദം വരെയുണ്ട്. എന്നാൽ താലിബാൻ സേന മുന്നേറുന്നു. താലിബാൻ്റെ ചില പ്രദേശങ്ങൾ അഫ്ഗാൻ സേന തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യം. എന്ന് മാത്രമല്ല താജിക്കിസ്ഥാനിലേക്ക് 1000 അഫ്ഗാൻ പട്ടാളക്കാരെ രക്ഷപ്പെട്ടു പോയത് പട്ടാളത്തിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കയും ജോ ബൈഡനും പറയുന്നത് 3 ലക്ഷം പേരുള്ള അഫ്ഗാൻ സേനയ്ക്ക് 75,000 ഉള്ള താലിബാന് ഈസിയായിട്ട് ഫൈറ്റ് ചെയ്ത് താഴ്ത്തിയിടാൻ പറ്റും. അതുമാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളൊക്കെ അഫ്ഗാൻ സേനയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അഫ്ഗാൻ സേന വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല. അവിടുത്തെ പ്രസിഡന്റ്
അഷ്റഫ് ഖാനി ഇതേക്കുറിച്ചൊക്കെ വലിയ വാഗ്വാദം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ആശങ്ക SK ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാകിസ്ഥാനാണ് താലിബാൻ്റെ ഏറ്റവും കൂട്ടാളി, അവർ സന്തോഷിക്കുകയാണ്, ചൈന പിന്നാലെ കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ കീ പ്ലെയേഴ്സ് ഇറാനും റഷ്യയും കൂടിയാണ്. ഒരുപക്ഷെ ചൈനയെക്കാളൊക്കെ കൂടുതൽ റഷ്യ അവിടെ 1979 മുതൽ 89 വരെ ഉണ്ടായിരുന്നു. റഷ്യ ഇടപെട്ടിരിക്കുന്നു. ഈ രണ്ട് സ്ഥലത്തും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ കഴിഞ്ഞ 3 ദിവസമായി യാത്രയിലായിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അഫ്ഗാൻ സേനയും താലിബാനും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇറാനാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യക്ക് അനുകൂലമായിട്ട്, കാരണം താലിബാനെ മാത്രമായിട്ട് ഇത് ഭരണം ഏൽപ്പിക്കാൻ പറ്റില്ല, ദേശീയ സർക്കാർ വേണം. റഷ്യയും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. രണ്ടു കൂട്ടരും ചർച്ച നടത്തണം. ഈ തരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആശങ്ക, ഇന്ത്യ നിർമ്മിച്ച ഡാം അടക്കം ചിലയിടത്തൊക്കെ താലിബാന്റെ ആക്രമണം നടന്നു. അവിടെ 400-ലേറെ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 3000 പേര് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അവർ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും SKN അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ നോർത്ത് കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ അദ്ദേഹം വീട്ടിലായിരിക്കുന്നു. മാത്രമല്ല അവിടെ കോവിഡ് വ്യാപനം, അതേപോലെ തന്നെ ഭക്ഷ്യക്ഷാമം, ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കും. അതുപോലെ ചൈന അതിർത്തി അടച്ചു എന്നും വാർത്തകൾ വരുന്നു. പക്ഷേ റഷ്യ തീർച്ചയായിട്ടും ഈ നോർത്ത് കൊറിയൻ സ്വേച്ഛാധിപതിയെ സംരക്ഷിക്കാൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഉത്തര കൊറിയയിൽ നിന്ന് ലഭിക്കുന്നത്? SKN അറിയാലോ, വടക്കൻ കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ഒരു പ്രത്യേക വിചിത്രമായ സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹം ഈ കോവിഡ് വന്ന ശേഷം എല്ലാ അതിർത്തികളും അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് അവർക്ക് ബാധിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ വരുന്നത്. ചൈനീസ് അതിർത്തി കൂടി അടച്ചതോടെ വലിയ രീതിയിൽ പട്ടിണി മരണം വരുന്ന തരത്തിലേക്ക് അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 8 ലക്ഷത്തിൽ പരം ടണ്ണിൻ്റെ കുറവാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ കോവിഡ് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോവിഡ് വാക്സിൻ കൊടുക്കാമെന്ന് റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. ചൈന നേരത്തെ പറഞ്ഞെങ്കിലും സ്വീകരിച്ചില്ല. ഈ കോവിഡ് ഉയർന്ന സാഹചര്യത്തിൽ ഏകാധിപതിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അധികാരം നിലനിർത്തുകയും വേണം. കാരണം അദ്ദേഹം ആരെയും അവിടെ കടക്കാൻ അനുവദിക്കാറില്ല. കിം ജോങ് ഉന്ന് ഒരുപാട് തലത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. പിന്നീട് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു, പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. നാടകീയമായ നീക്കങ്ങൾക്ക് വളരെ പ്രശസ്തനാണ് എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാവുന്നതാണല്ലോ. ആ തരത്തിൽ എന്തായാലും നോർത്ത് കൊറിയ വലിയ പ്രതിസന്ധിയിലാണ് SKN. അതുപോലെ ജെയിംസ്, ഹെയ്ത്തിയിലെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിന് ശേഷം വിദേശ സൈന്യത്തിൻ്റെ സഹായം ഹെയ്ത്തി തേടുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. പക്ഷേ അമേരിക്ക അതിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല ജോ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം ഈ ലോക പോലീസുകാരൻ ചമയനായിട്ട് അമേരിക്കൻ സൈന്യത്തെ ബലി കൊടുക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇപ്പോൾ പറഞ്ഞിന്. പക്ഷേ അപ്പോൾ ഐക്യരാഷ്ട്രസഭ മിണ്ടുന്നതുമില്ല. ഹെയ്ത്തി വെള്ളത്തിലായോ? SKN അത് കൃത്യമായൊരു വിലയിരുത്തലാണ്. ഹെയ്ത്തിയെ സംബന്ധിച്ചിടത്തോളം ഹെയ്ത്തി കരീബിയൻ ദ്വീപാണ്. അവിടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ട വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജോവനൽ മോയ്സി എന്ന പ്രസിഡന്റിനെ, അതിൻ്റെ പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് കൊളംബിയയിൽ നിന്നുള്ള മുൻ സൈനികരടക്കമുള്ള 26 അംഗ സംഘം വാടക കൊലയാളികളെത്തിയാണ് കൊന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വേറെ രാജ്യത്തെ വാടക കൊലയാളികൾ എരച്ചു കയറി കൊല്ലുക എന്നുള്ളത് വലിയ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ല സൈന്യമൊന്നും അവർക്കില്ല. പോലീസാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 1 കോടിയുടെ അപ്പുറത്താണ് അവിടുത്തെ ജനസംഖ്യ. എന്തായാലും അമേരിക്കയോട് സഹായം ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയോടും അവിടുത്തെ നിലവിലുള്ള പ്രധാനമന്ത്രി ക്ലോഡ് ജോസഫ്, പക്ഷേ കൊടുക്കാൻ കഴിയില്ല, വരാൻ കഴിയില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ സേനയെ പിൻവലിച്ചിരിക്കുന്നു. ജോ ബൈഡന് താല്പര്യമില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ എന്തെങ്കിലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരും മിണ്ടുന്നില്ല. എന്തായാലും ഹൈറ്റിയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി SKN, ഈ പിന്നിൽ കൊളംബിയൻ സംഘമൊക്കെ വന്നതിൻ്റെ പിന്നിൽ ഹെയ്ത്തിയിലെ വൻ കോർപ്പറേറ്റ് കമ്പനികളും അതിന്റെ കൂട്ടാളികളുമാണെന്ന് മനസ്സിലാക്കുന്നു. രാജ്യത്ത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ വിദേശ താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞാൽ വാർത്താധിഷ്ഠിത പരിപാടി ബ്രേക്കിംഗ് അവേഴ്സ് ആരംഭിക്കും. നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെ വളരെ അവഗാഹത്തോടെ വിലയിരുന്ന ഈ വാർത്താധിഷ്ഠിത പരിപാടി അവതരിപ്പിക്കുന്നത് S വിജയകുമാറും ഡോക്ടർ K അരുൺകുമാറുമായിരിക്കും. ആദ്യം ഇടവേള, അത് കഴിഞ്ഞ് ബ്രേക്കിംഗ് അവേഴ്സ്.